ഹായ്, നമസ്കാരം. എന്നാണ്ട് വിശേഷമൊക്കെ? എന്താണ് വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ജോർജിയയിലേക്ക് വരവ് കുറവാണ്. അതെ, കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ നമ്മുടെ കഴിഞ്ഞ കൊല്ലപ്പോഴത്തേക്കാണ് ആൾക്കാർ കുറവല്ലേക്കല്ലോ. എന്ത് പറ്റി? ജോർജിയിൽ നിന്ന് കാണാൻ വരുന്നില്ലേ? പിന്നെ നാട്ടിലെ അവസ്ഥയൊക്കെ ആലോചിച്ചിട്ടല്ലേ? നാട്ടിലെ അവസ്ഥ എന്ത് പറയാൻ, നമുക്ക് 2018 പോലെ തന്നെ ഈ കൊല്ലം ഭയങ്കര കാലാവസ്ഥയും ഭയങ്കര മോശം ഇടിവെട്ടും എല്ലാം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കേശവൊന്നും മാക്സിമം നാട്ടിലേക്ക് പഴി മതിയാന്ന് പറഞ്ഞ് പോകാൻ പറ്റാണ്ടിരിക്കുന്നവരാണെങ്കിലും മാക്സിമം പോകാണ്ടിരിക്കുക, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് ജോർജിയയ്ക്ക് വാ. ജോർജിയയ്ക്ക് വന്നിട്ട് നമുക്ക് പറയാൻ കൊള്ളില്ല, എന്നാലും ജോർജിയൊക്കെ കണ്ടിട്ട് പോവാം നമുക്ക്. കാരണം നാട്ടിലേക്ക് അവസാനം പെരുമഴയും കാര്യങ്ങളും ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് ഇപ്പോൾ നാട്ടിലേക്ക് വെക്കേഷനും മാക്സിമം പോകാൻ പറ്റില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കുക. തിരിച്ച് ജോർജിയയ്ക്ക് വരാൻ പറ്റുമെങ്കിൽ. പിന്നെ ഇന്ന് പറയാൻ വന്നതേ വേറെ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ. വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാണ്, എനിക്ക് ഡെയിലി ഒരു 4-5 കോൾ വെച്ച് കോളും മെസ്സേജും വാട്സാപ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ നാട്ടിൽ നിന്ന് ഉള്ള പിള്ളേർ ജോലി വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഒരുപാട് പേര് വരുന്നുണ്ട്. ജോബ് വേക്കൻസീസാണ്. 1.5 ലക്ഷം 3 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോർജിയയിൽ വന്ന ജോബ് വേക്കൻസി കിട്ടും. 1500 തൊട്ട് 2000 ദിറംസ് വെച്ച് അല്ല ഇവിടുത്തെ ലാറി ശമ്പളം കിട്ടും. നല്ല യാൻഡെക്സും ഗ്ലോബോ ഒക്കെ പോലത്തെ വണ്ടിയിൽ ലൈസൻസ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വിസിറ്റേഴ്സ് എടുത്തു വരാം. ഇവിടെ വിസിറ്റേഴ്സിൽ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ജോലിയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് ഓൺലൈനോട് വിസയിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടാമെന്ന് ഓർത്തിട്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ ഒന്നുമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴയക്കാലം കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒന്നാലും ഞാൻ വന്ന ടൈമിൽ ഞാൻ പറഞ്ഞ ആദ്യ കാലഘട്ടങ്ങളിൽ ജോലി കിട്ടത്തില്ല, ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു രക്ഷയില്ലാത്തൊക്കെ പറഞ്ഞില്ലേ. അതിനേക്കാളൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ പുതിയ സംരംഭങ്ങൾ വന്നിട്ടുണ്ട്. കൊറോണ കഴിഞ്ഞ ശേഷം പുതിയ ഹോട്ടൽസ്, ടൂറിസം ഡെവലപ്മെൻ്റ് ആണെങ്കിലും പുതിയ കൺസ്ട്രക്ഷൻ സാധ്യത ഒക്കെ ആയിട്ട് കുറേ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ജോലി കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മുടെ മലയാളികൾ തന്നെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ ആൾക്കാർ വന്നിട്ട് ഹോട്ടൽസ് തുടങ്ങിയിട്ടുണ്ട്, ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ ഫീൽഡ് തുടങ്ങിയിട്ടുണ്ട്. അത് ഇതൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അല്ലാണ്ട് ഈ നാട്ടിൽ നിന്ന് ഓഫർ കൊണ്ടുവന്നതിൻ്റെ അകത്ത് 1 മന്ത് വിസയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $20 കൊടുത്താൽ മതി. ഈ $20 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വിസ എടുത്ത് ഇവിടെ വന്ന് കണ്ടു പോകാമെന്നുള്ളത്. അത് GCCയിലുള്ള റെസിഡൻസിന് വിസ ഫ്രീ ആണ്. കാരണം ഇങ്ങോട്ട് വരാൻ വേണ്ടി നാട്ടിൽ നിന്നുള്ളവർക്ക് വിസ എടുത്ത് വേണം വരാൻ. ഈ നാട്ടിൽ നിന്നുള്ളവർ വിസ എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വിസ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഒരു മാക്സിമം MBBSനാണ്, സ്റ്റുഡൻസിനെയാണ് നോക്കുന്നത്, അതും ടൂറിസ്റ്റും. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ മലയാളി സ്റ്റുഡൻസ് ഇവിടെ MBBSന് പഠിക്കാൻ വരുന്നുണ്ട്. ഫീസ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല എഡ്യൂക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇവിടുന്ന് പാസ് ഔട്ടായി പോയി കഴിഞ്ഞാൽ നാട്ടിൽ പോയി ഒരു എക്സാം കൂടെ എഴുതി കഴിഞ്ഞാൽ നാട്ടിലെ സെയിം ഡോക്ടർ തന്നെ. അപ്പോൾ അതുകൊണ്ട് പഠിത്തത്തിന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $20 കൊടുത്തിട്ട് 3.5 ലക്ഷം രൂപ കൊടുത്ത് വിസ എടുത്ത് വരുന്ന ആർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ വന്നവർക്ക് 30 ദിവസത്തെ വിസ കൊടുക്കുന്നത്. കാരണം ഇവിടെ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ മിനിമം 45 ഡേയ്സ് വേണം. വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ 45 ഡേയ്സ് നമ്മളിവിടെ ലീഗലി എൻട്രി ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, അതായത് എവിടെയെങ്കിലും ഒരു വിസയിൽ വന്ന് ജോലി കണ്ടുപിടിച്ചാൽ പോലും അപ്പോൾ അതിനുള്ള നമുക്ക് എലിജിബിലിറ്റി ഇല്ലാണ്ട് പോകുമെന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഒരു എംപ്ലോയി ഇവിടെ കാശ് മേടിച്ചിട്ടല്ല ജോലി പ്രൊവൈഡ് ചെയ്യുന്നത്. എംപ്ലോയർ കാശ് മേടിച്ചിട്ടല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, അവർ ഫ്രീ ആയിട്ടാണ് ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും തരും. നമ്മൾ തന്നെയാണ് നേരിട്ട് പോയിട്ട് പബ്ലിക് സർവീസ് ഹോളിൽ പോയി ജോലിക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ വിസയും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യണത്. അതൊരു D കാറ്റഗറി എന്ന് പറഞ്ഞിട്ടൊരു വിസയുണ്ട്, വേറൊരു വിസയുണ്ട്. ആ വിസയിൽ പോയിട്ട് ആ വിസയിൽ വന്നാലേ നമുക്ക് ഈ ജോബ് വിസ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് ഇതുപോലെ പൈസ കൊടുത്ത് സ്കാമിങ്. കാരണം ആൾക്കാർ വിളിച്ചിട്ട് കരയും, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ നമ്മളെ ശരിക്കും പറ്റിക്കപ്പെട്ട് പോവുകയാണ്. ഞാനും ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞങ്ങളെ ഒരു ഏജൻസി കൊണ്ടുവന്നതാണ്. പക്ഷെ ഞങ്ങളും ഇതുപോലെ തന്നെ വന്നു. അന്ന് നിയമം ഇത്രയൊന്നും കർശനമല്ലായിരുന്നു. ഞങ്ങളിവിടെ പിടിച്ചു നിന്ന് ഞങ്ങളൊരു 4-5 കൊല്ലം എടുത്തു ഇവിടുന്ന് സ്റ്റേ ബാക്ക് ചെയ്തൊന്ന് കാല് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് അവരൊക്കെ നമ്മളൊക്കെ ചീത്ത പറഞ്ഞിട്ടൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇട്ടിട്ടൊക്കെ പോയി. അപ്പം
അത് വേറെ കഥ. അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മളും ഇവർ വിശ്വസിച്ച് വന്നതാണ്. അവരും പറഞ്ഞു, അന്നും വന്ന് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ആൾക്കാർ വാക്ക് പാലിച്ചു. അവർ വന്ന് നമുക്ക് വിസ എടുത്ത് തരാമെന്ന് പറഞ്ഞു. 1 ഇയർ വിസ എടുത്ത് തന്നു. 1 വർഷത്തെ വിസ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അത് അവർ ചെയ്തു തന്നത്. അവർ വാക്ക് പാലിച്ചു അത്. അതിന് പിന്നെ അവരായിട്ട് നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വിട്ടുകയും ചെയ്തത്. എന്തോ അന്ന് വിസയ്ക്കൊന്നും ഒരു പാടുമില്ലായിരുന്നു. അന്ന് വിസ കിട്ടണേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചെറിയൊരു $10,000 കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്താണെങ്കിൽ പോലും ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേരിലൊരു വിസ കിട്ടുമായിരുന്നു. ആ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ മാറിയിട്ട് ഇപ്പം 1 lakh, അതായത് $100,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കിപ്പം വിസ കിട്ടത്തുള്ളൂ. അതായത് PR കിട്ടണമെങ്കിൽ ഇപ്പോൾ $300,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ വിസ കിട്ടണമെങ്കിൽ എന്തെങ്കിലും സംരംഭം സ്റ്റാർട്ട് ചെയ്യണം. സംരംഭം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 1 ഇയറിനുള്ളിൽ $49,000 ടേൺ ഓവർ ടാക്സ് നമ്മൾ അടയ്ക്കണം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ വിസ ഇല്ലാണ്ട് വേണം ഈ ടേൺ ഓവറും വിസയും കാര്യങ്ങൾ ഒക്കെ പ്രോസസ്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് മിനിമം 6 months അല്ലേ, 6 monthsനുള്ളിൽ കാണിക്കണം. അപ്പോഴത്തേക്കാണ് 6 monthsനുള്ളിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർ വിസ അടിച്ചു തരും നമുക്ക്. അങ്ങനെ കുറേ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ ചെറിയ ജോലികൾക്ക് ഒരു കാരണവശാലും ഇത്ര പറഞ്ഞ സാലറി ഇവിടെ കിട്ടത്തില്ല. സാലറി എന്നാൽ സാലറി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ചെറിയ ജോലികൾക്ക് വലിയ സാലറിയുടെ കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല കേട്ടോ. അപ്പോൾ അതാര് പറഞ്ഞു കഴിഞ്ഞാലും കള്ളത്തരാണ്. വോൾട്ടിലോ യാൻഡെക്സിലോ ബോൾട്ടോ ഇതൊന്നും പറയുന്നതൊക്കെ നടപടിയുള്ളതല്ല. ആൾട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇവിടുത്തെ റെസിഡൻസി ഉള്ളവർക്ക് മാത്രമേ അവിടുത്തെ വണ്ടി ഓടിക്കാൻ തന്നെ അവർ കൊടുക്കത്തുള്ളൂ, ഹോം ഡെലിവറി. ഇവിടെ അല്ലാണ്ടൊന്നും ആർക്കും കൊടുക്കുന്നില്ല. ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസ് പിള്ളേർ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട്. അവർക്ക് ഇവിടുത്തെ റെസിഡൻസ് ഉള്ളതുകൊണ്ട് അവർ പോകുന്നുണ്ട്. അല്ലാത്തവർക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് വേറെ കള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കില്ല. പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡിപ്പോർട്ട് ചെയ്യും, പിടിച്ച് ജയിലിലിടും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ബൈക്കാണ് ഇവിടെ സേഫ് അല്ല വന്നത്. എത്ര പേരെ മരിക്കുന്നതെന്നറിയോ ബൈക്ക് ഇതൊക്കെ ആയിട്ട് ഡെയിലി പോകുന്ന നമുക്ക്. കാരണം ഭയങ്കര ഒരു ഇതുണ്ട് ഇവിടെ, റഫ് ഡ്രൈവിങ്ങാണ്. അതിനെക്കുറിച്ചൊന്നും പറയണില്ല, അത് നമുക്ക് പറയാൻ പാടില്ലാത്തതൊന്ന്. പിന്നെ വേറെ എന്താ വിശേഷം? വേറെ എല്ലാം സുഖമായിട്ടിരിക്കുന്നത്. നാട്ടിലെ മഴയാണ് ഭയങ്കര. എല്ലാവരും സേഫായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. എന്ത് പറയാൻ. അതിലേക്ക് GCCയിലൊക്കെ ഉള്ളവർ ഇത്തവണ വെക്കേഷന് പറ്റി ഇങ്ങോട്ട് കയറി വാ, ജോർജിയക്ക് കയറി വാ. നല്ല നേച്ചറും കാര്യങ്ങളൊക്കെയാണ്. നാട്ടിൽ പോകാൻ പറ്റാത്തവരാണ് നാട്ടിലേക്ക് മാക്സിമം ഒഴിവാക്കുക. കാരണം വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, ഇപ്പം എല്ലാം പറഞ്ഞ കണക്ക് പിന്നെ കാണാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ.